ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് നമുക്കങ്ങനെ ഷോപ്പിലൊന്നും പോവാതെ സിസ്റ്റമോ ലാപ്ടോപ്പോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് കയ്യിലുള്ള ഫോൺ യൂസ് ചെയ്തിട്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് എങ്ങനെ ഫ്രെയിമിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയവും ലാഭമാണ്, അതുപോലെ ക്യാഷ് നമുക്ക് എത്രയോ ലാഭമാണ്. കാരണം നമ്മൾ ഷോപ്പിൽ ചെയ്യുമ്പോൾ ഡിസൈനിങ് ചാർജ് എക്സ്ട്രാ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രെയിം സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് വലിയ എക്സ്പെൻസ് ഇങ്ങനെ ചെയ്യുമ്പോൾ വരില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഈ ഫോൺ യൂസ് ചെയ്തിട്ട് പല ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് എങ്ങനെ ഈ ഒരു ഫോട്ടോസ് എഡിറ്റ് ചെയ്യാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതുപോലെ ഈ ഒരു വീഡിയോയിൽ ഒരു ഗിവ് അവേ അനൗൺസ്മെൻറ്റ് കൂടിയുണ്ട്. ഗിവ് അവേ റൂൾ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഈ വീഡിയോ കാണുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോക്ക് കമൻറ്റ് ഇടുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും പ്രത്യേകമായിട്ട് കമൻറ്റിൻ്റെ കൂടെ തന്നെ വെക്കാൻ നോക്കുക. അപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിലുള്ള ഗിവ് അവേ ആണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇതിൽ പ്രൈസ് ആയിട്ട് കിട്ടുന്നത് 2 പേർക്ക് ഫർ ക്ലോത്ത് ആണ്. ഞാൻ കമൻറ്റ് സെലക്ട് ചെയ്യും, എന്നിട്ട് ആ 2 പേർക്ക് ഫർ ക്ലോത്ത് ആണ് നൽകുന്നത്. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. ജൂൺ 10-ാം തീയതിയാണ് ഇതിൻ്റെ റിസൾട്ട് ഞാൻ പറയാം. അപ്പോൾ അതുവരെ നിങ്ങൾ കമൻറ്റ് അയച്ചുകൊണ്ടിരിക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, അവരോടൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് 5 മസ്റ്റായിട്ട് നിങ്ങളുടെ അടുത്തുണ്ടായിരിക്കേണ്ട ആപ്പാണ് ഇത്. ഒന്ന് പ്രിൻറ്ററസ്റ്റ്, പിന്നെ ഗ്രീറ്റിംഗ് ഐലൻഡ്, പിന്നെ ആർട്ടോറി, പിന്നെ പിക്സാർട്ട്, അതേപോലെ ക്യാൻവ. ഈ 5 എണ്ണം നിങ്ങളുടെ അടുത്ത് മസ്റ്റായിട്ട് ഉണ്ടാവേണ്ട എഡിറ്റിംഗ് ആപ്പാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ പ്രിൻറ്ററസ്റ്റ് കയറിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, കുറേ ലെങ്തി ആയി പോകും. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാൻ കാണിക്കാത്തതാണ് കേട്ടോ. ഇനി ഞാൻ ആർട്ടോറി എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ആപ്പ് ഓപ്പൺ ചെയ്താൽ തന്നെ മനസ്സിലാവും കുറേ ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യാവുന്നതാണ്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്താൽ മതി. എന്നിട്ട് നമ്മുടേതായ രീതിയിൽ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്താൽ മാത്രം മതി. അത് മാത്രമാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് 2 ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു ഫോട്ടോ കൊടുക്കേണ്ട ഭാഗത്ത് നമ്മുടെ അപ്ലോഡ് ചെയ്ത ഫോട്ടോ കൊടുക്കുക. അത്രമാത്രം ചെയ്തിട്ട് ഇത് ഒന്ന് സേവ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഗ്രീറ്റിംഗ് ഐലൻഡിൽ എങ്ങനെ എഡിറ്റ് ചെയ്യാനാണ്. അതിൽ സേവ് ദ ഡേറ്റ് അനൗൺസ്മെൻറ്റ് എന്ന് സെർച്ച് ചെയ്തിട്ട് അതിൽ കുറേ മോഡൽസ് കാണാം. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള മോഡൽ സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിലേക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിൽ ടൈപ്പ് ചെയ്യാൻ കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് നമ്മുടെ പേര് കൊടുക്കുക. എന്നിട്ട് ഡേറ്റോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ ജസ്റ്റ് ഇതിൽ പേര് മാത്രമേ കൊടുക്കുന്നുള്ളൂ. 2 പേരുടെയും നെയിമിൻ്റെ സെൻറ്ററിലായിട്ട് ഞാനൊരു ലവ് സിമ്പിൾ കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അത് കൊടുത്തപ്പോൾ എനിക്ക് നമ്മുടെ കീബോർഡിലുള്ള ആ ഒരു ലവ് സിമ്പിൾ എനിക്ക് ഇഷ്ടമായില്ല. അത് മാറ്റിയിട്ട് ഞാൻ അവിടെ വേറൊരു സിമ്പിൾ, ലവിൻ്റെ സിമ്പിൾ തന്നെ വേറൊരു മോഡൽ കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അതാകുമ്പോൾ നല്ലൊരു ലുക്ക് തന്നെ വരും. അത് ഞാൻ പ്രിൻറ്ററസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു ആപ്പിൽ കയറിയിട്ട് എഡിറ്റ് ചെയ്യാനുണ്ട്. ഇനി ലാസ്റ്റാണ് ഇതിൻ്റെ ഫൈനൽ എഡിറ്റിംഗ് വരുന്നത്. ഇപ്പോൾ എല്ലാ ആപ്പിലും കയറിയിട്ട് ഫോട്ടോസ് മാത്രം എഡിറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫൈനലായിട്ട് എഡിറ്റിംഗ് വരുന്നത് പ്രിൻറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് അതിലേക്ക് കൊടുക്കാനുള്ള ബാക്കി കാര്യങ്ങൾ കൊടുക്കാനും അതേപോലെ A4 ഡോക്യുമെൻ്റ് ആക്കാനും കൂടിയാണ് ഇനി ഫൈനലായിട്ട് വരുന്നത്. ഇപ്പോൾ ഞാൻ ആർട്ടോറിയിൽ കയറി എഡിറ്റ് ചെയ്തു, അതേപോലെ ഗ്രീറ്റിംഗ് ഐലൻഡിലും പോയി എഡിറ്റ് ചെയ്തു. ഇനി ഞാൻ പിക്സാർട്ടിലാണ് കയറിയിട്ടുള്ളത്. അതിൽ നമ്മൾ സ്പ്ലാഷ് എഫക്റ്റ് കൊടുത്തിട്ട് ഈ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നുണ്ട്. ആ എഫക്റ്റ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് അതിലേക്ക് ഫോട്ടോ ജസ്റ്റ് വെച്ച് കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഇതൊന്ന് സേവ് ചെയ്തു. നമ്മളിപ്പോൾ 3 ആപ്പിലും കയറിയിട്ട് പിക്ക് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് ലാസ്റ്റ് എഡിറ്റിംഗ് വരുന്നത് ഫൈനലായിട്ട്. അത് പ്രിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം കൊടുത്തിട്ട് നമ്മൾ പ്രിൻറ്റ് ചെയ്യുകയാണ് ലാസ്റ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ക്യാൻവ ആപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോസ് അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ A4 ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യണം. കാരണം ഈ ഒരു ഫ്രെയിം A4 സൈസിലാണ് വരുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് അതിലേക്കാണ് ഫോട്ടോ വെച്ച് കൊടുക്കേണ്ടത്. ഇനി ഇത് നമ്മൾ സെൻട്രലായിട്ട് വെക്കുക. അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഫാസിൽ റാഹില എന്നുള്ളതിൻ്റെ സെൻറ്ററിൽ ഞാൻ ഒരു ലവിൻ്റെ സിമ്പിൾ പ്രിൻറ്ററസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. കാരണം നമ്മുടെ കീബോർഡിലുള്ളത് വെച്ചപ്പോൾ എനിക്ക് അത്ര ഭംഗി കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇതാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് കൊടുക്കേണ്ട സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ പ്രിൻറ്ററസ്റ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു ഫോട്ടോയിൽ ഞാൻ അവരുടെ പേരും പിന്നെ ഒരു അറബി കാലിഗ്രാഫിയും കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ താഴെയും മുകളിലുമായിട്ട് ഒരു ഫ്ലോറൽ വർക്ക് കൂടി കൊടുത്തിട്ട് ഇത് ഞാൻ കംപ്ലീറ്റ് ആക്കണം. ഇതിൽ നിങ്ങൾക്ക് വെഡ്ഡിങ് ഡേറ്റ് കാര്യങ്ങൾ കൊടുക്കണമെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം, സേവ് ദ ഡേറ്റ് കൊടുക്കണമെങ്കിൽ അത് ആഡ് ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൽ കൊടുത്ത ഈ ഒരു സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ പ്രിൻറ്ററസ്റ്റ് നിന്നാണ് ഡൗൺലോഡ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേ സെയിം വർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിൻറ്ററസ്റ്റിൽ ആ ലിങ്കിൽ പോയാൽ കിട്ടുന്നതാണ്. ഈ സെയിം ചെയ്ത പോലെ തന്നെ ബാക്കി 2 ഫോട്ടോസ് കൂടി ഞാൻ ഈ ഒരു A4 ഡോക്യുമെൻറ്റിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ ഞാൻ സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ള ഒരു ലവിൻ്റെ സ്റ്റിക്കറും അതേപോലെ ഇവരുടെ നെയിമും മാത്രമാണ് കൊടുക്കുന്നത്. കാരണം 2 ഫോട്ടോ ഓൾറെഡി ഇതിൽ വരുന്നുണ്ട്. പിന്നെ ബാക്കി കുറച്ച് ഫ്ലോറൽ വർക്കും സൈഡിലൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ വേറെ കുറേ ആപ്പിൽ എഡിറ്റ് ചെയ്ത ഫോട്ടോസ് ഇപ്പോൾ ഈ പറഞ്ഞ ആപ്പ് അല്ലാതെ നിങ്ങളുടെ അടുത്ത് വേറെ ഏതെങ്കിലും ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ അതിൽ എഡിറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ക്യാൻവ ആപ്പിൽ കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് ഫൈനലായിട്ടുള്ള എഡിറ്റിംഗ് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത് വെച്ച 2 ഫോട്ടോസ് കൂടി ഇതിൽ വെച്ചിട്ട് A4 ഡോക്യുമെൻറ്റിലാക്കി ഞാൻ എഡിറ്റ് ചെയ്യുകയാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അതിലേക്ക് കൊടുക്കേണ്ട വേർഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ പ്രിൻറ്ററസ്റ്റിൽ ഡൗൺലോഡ് ചെയ്യാം. അതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ, കാരണം ഇത് വൈറ്റിലോട്ട് വെക്കുമ്പോൾ അതേ മാച്ച് ആവുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ക്യാൻവ ആപ്പ് തന്നെ കുറേ ഹാർഡ് ഷേപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഫോട്ടോ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു ഷേപ്പിൽ ഫോട്ടോ ആയി വരുന്നതാണ്. അപ്പോൾ അതും നമുക്കിതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഷോപ്പിൽ പോയി ചെയ്താൽ കുറേ വെറൈറ്റീസ് ഷോപ്പിൽ നിന്ന് ഫോട്ടോഷോപ്പ് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് തന്നെ സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ ഫോട്ടോഷോപ്പിലൊക്കെ നല്ല വെറൈറ്റീസ് ഉണ്ട്. ഇത് വെറും ഫോണിൽ നമുക്ക് ഇത്രയും വെറൈറ്റീസ് കിട്ടുന്നതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗിവ് അവേ മറക്കാതെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.